ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. ഡയറ്റ് ചെയ്തിട്ടും വർക്കൗട്ട് ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വെയിറ്റ് കുറയാത്തതെന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റും ചെയ്ത് വർക്കൗട്ടും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിൽ എന്തായാലും ഒരു ഡിഫറൻസ് ഉണ്ടാകും. പക്ഷേ അതൊന്നും തന്നെ ഇല്ല, ഒരു 0.5 kg പോലും കുറയുന്നില്ല എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങൾ എന്തോ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യത്തിൽ നിന്ന് എന്താണ് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും വെയിറ്റ് ലോസ് ഉണ്ടാവും. നമ്മളൊരു ഡയറ്റ് ചെയ്ത് തുടങ്ങുന്നത് അറിയുമ്പോൾ തന്നെ ഒരു 3-4 പേര് പറയും, അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതൊന്നും ഡയറ്റ് അല്ല, ഇതൊന്നും ശരിയാവത്തില്ല, ഇതുകൊണ്ട് വെയിറ്റ് കുറയാൻ പോകുന്നതേ ഇല്ല എന്ന് പറയും. ചിലർ പറയും വർക്കൗട്ട് ചെയ്യുന്നില്ലേ അപ്പോൾ പിന്നെ വെയിറ്റ് കുറയത്തേ ഇല്ല എന്ന് പറയും. അപ്പോൾ ഇത് കേട്ടോണ്ടായിരിക്കും നമ്മൾ ഈ ഡയറ്റ് തുടങ്ങുന്നത് തന്നെ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ഡയറ്റിൽ നമുക്കൊരു വിശ്വാസം തന്നെ കാണില്ല. അപ്പോൾ പറ്റുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഒരാഴ്ച ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വെയിറ്റ് ലോസ് ആയിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ ആയിട്ടില്ലെങ്കിൽ അവർ പറഞ്ഞാൽ ശരിയാണ്, അപ്പം ഞാൻ ചെയ്യുന്ന ഡയറ്റ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും 2 ദിവസം നമ്മൾ ഡയറ്റിൽ നിന്ന് പുറത്ത് വരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡയറ്റ് ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ പലതും മാറി മറിച്ചും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് നമുക്കൊരു വെയിറ്റ് ലോസ് ഉണ്ടാകില്ല. വെയിറ്റ് ലോസിനായിട്ടുള്ള ശരിക്കുള്ള സീക്രട്ട് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. നമ്മൾ ഒരാഴ്ചയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു 10 ദിവസം ചെയ്തിട്ട് അപാരമായിട്ടുള്ള ചേഞ്ച് എക്സ്പെക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് നമുക്ക് അങ്ങനെയൊന്നും കിട്ടത്തില്ല. അതിൽ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യും. സോ അങ്ങനെ ആരും ചെയ്യരുത്. ഒരു കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് നമ്മളൊരു 1 മാസമെങ്കിലും മിനിമം ഫോളോ ചെയ്തിട്ട് വേണം എന്തെങ്കിലും ഒരു വെയിറ്റ് ലോസ് എക്സ്പെക്ട് ചെയ്യാനായിട്ട്. പിന്നെ ബിഗിനേഴ്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ ഡയറ്റും വർക്കൗട്ടും എല്ലാം ഒന്നിച്ച് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ആദ്യം നിങ്ങൾ ഡയറ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് വെയിറ്റ് കുറച്ചതിന് ശേഷം വേണമെങ്കിലും നമുക്ക് എക്സസൈസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ഇടയിൽ വെച്ച് നിർത്തിപ്പോവും. സോ ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒക്കെ വരാതിരിക്കാനായിട്ട് ആദ്യം തന്നെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യണം എന്ത് ഡയറ്റാണ് ചെയ്യാൻ പോകുന്നത്. 1 മാസമെങ്കിലും ചെയ്തിട്ടേ റിസൾട്ട്സ് നമ്മൾ പ്രതീക്ഷിക്കാവുള്ളൂ. അതുപോലെ വർക്കൗട്ട് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് അതിനുള്ള സമയമുണ്ടോ, അല്ലെ എല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പറ്റാതാകുമോ, ഇത്തരം കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എന്ന് പറഞ്ഞാൽ എക്സസൈസ് കൊള്ളത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, എക്സസൈസ് ഗ്രാജുവലി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് പറയാം. ഒരു പ്രോപ്പർ പ്ലാനൊക്കെ ഉണ്ടാകും, കാര്യമായിട്ട് തന്നെ ഡയറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ 5 ദിവസം ഡയറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 2 ദിവസം, അത് ഈ സാറ്റർഡേ സൺഡേ വരുമ്പോഴത്തേക്ക് ഞാൻ ഇത്രയും ദിവസം ഡയറ്റ് ചെയ്തില്ലേ, ഇന്ന് എൻ്റെ ചീറ്റ് ഡേ ആണെന്ന് പറഞ്ഞിട്ട് 3 മീലും പുറത്തുനിന്ന് കഴിക്കുക, അല്ലെങ്കിൽ ഹെവി ആയിട്ട് കഴിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കഴിഞ്ഞ 5 ദിവസത്തെ നമ്മളിട്ട എഫേർട്ട് മൊത്തം അവിടെ പോയി. ഈ സാറ്റർഡേയും സൺഡേയും ഡയറ്റിൽ നിന്ന് പുറത്ത് വന്നു കഴിയുമ്പോൾ മൺഡേ നമുക്കത് തിരിച്ച് ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരിക്കലും ഒരു ചീറ്റ് ഡേ ആയിട്ട് എടുക്കാൻ പാടില്ല, ഒരു ചീറ്റ് മീൽ വേണമെങ്കിൽ എടുക്കാം. അത് സൺഡേയോ സാറ്റർഡേയോ ഒരു ദിവസം ഒരു മീൽ മാത്രം, അതും നോക്കിയും കണ്ടും വേണം കഴിക്കാൻ. കാര്യം നമ്മൾ ഭയങ്കര ഷുഗർ റിച്ച് ആയിട്ടുള്ള ഫുഡ്സൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുപാട് ഓയിലുള്ള ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ ക്രേവിങ് വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മൺഡേ ആകുമ്പോഴത്തേക്ക് നമുക്ക് തലേന്ന് കഴിച്ച ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും, അല്ലെങ്കിൽ ആ വാങ്ങിയ ഫുഡാണെങ്കിൽ അതിൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതെടുത്തെങ്ങാനും കഴിക്കണമെന്ന് തോന്നും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഇനി മൂന്നാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, വർക്കൗട്ടും ഡയറ്റും ഒക്കെ ഒന്നിച്ച് ചെയ്യുന്നവരുണ്ടായിരിക്കും. ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് നന്നായിട്ട് പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവർ എന്നോട് പലരും പറയുന്നൊരു കാര്യം, എനിക്ക് വെയിറ്റ് ലോസ് ആകുന്നതേ ഇല്ല എന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല മസിൽ ഗെയിൻ ഉണ്ടാവും, അതായത് മസിൽ ടോൺ ആയിട്ട് വരും. ഈ ഡയറ്റ് മാത്രം ചെയ്യുന്നവരിൽ മസിൽ ടോണിങ് ഉണ്ടാകുന്നില്ല, മസിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അവരുടെ. അപ്പോൾ ഞാനൊരു വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്തു, ആ വീഡിയോസ് കാണുകയാണെങ്കിൽ തന്നെ അറിയാം ഞാൻ മെലിഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്കൊരു സോഫ്റ്റ് ലുക്കാണ്, ഒരു ടോൺഡ് ലുക്കല്ല. കാര്യം ഞാൻ വർക്കൗട്ട് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മസിലിനൊരു വെയിറ്റ് ഉണ്ട്, ഫാറ്റിൻ്റെ വെയിറ്റിനെക്കാളും മസിലിൻ്റെ വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ ഫാറ്റ് ലോസ് ഒരു സൈഡിൽ സംഭവിച്ചാലും മസിൽ ഗെയിൻ ആകുന്നത് കൊണ്ട് വെയിങ് സ്കെയിലിൽ നമുക്കത് കാണിക്കത്തില്ല. പക്ഷെ നമ്മളത് ചിന്തിക്കുന്നില്ല, അയ്യോ എൻ്റെ വെയിറ്റ് കുറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 1-2 ആഴ്ചയിൽ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഈ ഡയറ്റൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് നിർത്തും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇഞ്ച് ലോസ് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം തന്നെ എങ്ങനെയുണ്ട് നിങ്ങളുടെ മെഷർമെൻറ്റ്സ് എന്നുള്ളത് ഒരു പേപ്പറിൽ എഴുതി വെക്കണം. എന്നിട്ട് നിങ്ങളൊരു 2 ആഴ്ച ഡയറ്റും വർക്കൗട്ടും ഒക്കെ ചെയ്തതിന് ശേഷം തിരിച്ച് വീണ്ടും ഒന്ന് മെഷർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നല്ല ഡിഫറൻസ് ഉണ്ടാകും. അതല്ല എന്നുണ്ടെങ്കിൽ ടൈറ്റായിട്ടുള്ള ഒരു ഡ്രസ്സ് എടുത്ത് മാറ്റി വെച്ചിട്ട് ഈ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഒന്ന് ഇട്ട് നോക്കുമ്പോഴത്തേക്ക് അത് ഇടാനായിട്ട് പറ്റും, കറക്റ്റ് ഫിറ്റായിരിക്കും. ഇനി 4ാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഡയറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കര ക്രാഷ് ഡയറ്റ് ചെയ്യുന്നവരുണ്ട്. അതായത് രാത്രി ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ട് ഡിന്നർ സ്റ്റോപ്പ് ചെയ്യുക, വളരെ കുറച്ച് മാത്രം ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് വെയിറ്റ് കുറയുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർ.
ഇവിടെ പറ്റുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യത്തെ 3-4 ദിവസം നമുക്ക് വെയിറ്റ് കുറയുന്നതായിട്ട് കാണിക്കും, ഭയങ്കര സന്തോഷം തോന്നും. പക്ഷേ ഈ 5-ാമത്തെ ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ക്രേവിങ് ഭയങ്കരമായിട്ട് തോന്നും. മറ്റുള്ളവർ കഴിക്കുന്ന കാണുമ്പോൾ, അതുപോലെ ഒരുപാട് സ്വീറ്റ്സ് കഴിക്കണമെന്നൊരു തോന്നൽ, ഒരുപാട് മസാല ഇട്ട ഫുഡ് കഴിക്കണമെന്നൊരു തോന്നൽ, ഇങ്ങനെയൊക്കെ വരും. നമുക്കത് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. നമ്മൾ അറിയാതെ കഴിച്ചവും ഡയറ്റിൽ നിന്നും പുറത്തു വരും. ക്രാഷ് ഡയറ്റുകൾ ചെയ്യുമ്പം ഒന്നാമത് നമ്മുടെ ഹെൽത്ത് ഒരു സൈഡിൽ കൂടെ പോവാണ്. മുടി കൊഴിച്ചിലുണ്ടാവും, ടയേർഡ്നെസ് ഉണ്ടാവും, തലവേദന ഉണ്ടാവാം, മൊത്തത്തിൽ ഹെൽത്ത് പോവും. അതല്ലാതെ തന്നെ നമുക്ക് ഈ ഡയറ്റിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. ഒരു ഡയറ്റ് തുടങ്ങുന്നതിന് മുന്നേ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. അതല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കണ്ട് സംസാരിക്കാം. അതും അല്ലെങ്കിൽ ഒരുപാട് ബ്ലോഗുകളുണ്ട്, അത് വായിച്ചിട്ട് മനസ്സിലാക്കാം. എന്താണേലും നമുക്ക് എന്തെങ്കിലും അതിലൊരു റിസർച്ച് ചെയ്ത് എങ്ങനെ ഡയറ്റ് ചെയ്യാം എന്നൊരു പ്ലാനോട് കൂടിയിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഒരു പ്ലാനും ഇല്ലാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എല്ലാം കഴിക്കാതെ അങ്ങ് നിർത്തി അങ്ങനെ ഒരു ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവും. ഇങ്ങനെ ഒരാൾക്ക് ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. അഥവാ കൊണ്ടുപോയി കുറേ വെയിറ്റ് കുറച്ചാലും ആ വെയിറ്റ് അങ്ങ് വീണ്ടും കൂടി വരത്തേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കഴിക്കുമ്പോൾ പ്രോപ്പറായിട്ട് കഴിക്കണം. അതിൽ പ്രോട്ടീൻ ഉണ്ടാവണം, ഫൈബർ ഉണ്ടാവണം, ആവശ്യത്തിനുള്ള കാർബ് ഉണ്ടാകണം. സോ നമ്മുടെ പ്ലേറ്റിനുള്ളിൽ ഹെൽത്തി ഫാറ്റ് ഉണ്ടാകണം. അതുപോലെ എല്ലാം തന്നെ ഉണ്ടാവണം. എല്ലാം ഉൾക്കൊള്ളിച്ചുള്ള മീൽ വേണം നമ്മൾ കഴിക്കാനായിട്ട്. അതുപോലെ ഒരു സ്നാക്ക് കഴിക്കുകയാണെങ്കിൽ തന്നെ മാക്സിമം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സ്നാക്കാണോ നമ്മൾ കഴിക്കുന്നത് എന്നുള്ളത് കൂടെ നോക്കണം. 5-ാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കാലറി ഡെഫിസിറ്റ് നോക്കി ഡയറ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട്, ഒത്തിരി പേരുണ്ട്. ഇത്ര കാലറിക്കുള്ളിൽ കഴിച്ച് നിർത്തണം എന്ന് പറഞ്ഞിട്ട് അതെന്താണ്ട് അത് അവരെ തന്നെ അത് കൺട്രോൾ ചെയ്യുന്ന പോലെ ഞാൻ കണ്ടിട്ടുണ്ട് നേരിൽ. ഈ കാലറി ഓരോന്നും കഴിച്ചിട്ട് പോയിട്ട് എഴുതി വെക്കും. 5 ആൽമണ്ട് കഴിച്ചു, അതിന് ഇത്ര കാലറി. ഒരു മുട്ട കഴിച്ചു, ഇതിന് ഇത്ര കാലറി. ഞാൻ ഡെയിലി ഒരു കാലറി ഡെഫിസിറ്റിലാണോ നിൽക്കുന്നത്? ഇതിങ്ങനെ എത്ര ദിവസം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിക്കാൻ പറ്റും? മടുക്കത്തില്ലേ? കാലറി ഡെഫിസിറ്റ് വേണം, അതൊക്കെ ശരിയാണ്. നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അറിയാം, പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്കറിയാം നമ്മൾ കറക്റ്റായിട്ടുള്ള കാലറി ആണോ കഴിക്കുന്നത്, ഓവർ ഈറ്റ് ചെയ്യുന്നുണ്ടോ, ഹെൽത്തി ആയിട്ടാണോ കഴിക്കുന്നത്, എല്ലാം നമുക്ക് മനസ്സിലാവും. ഒരു ബിഗിനറായിട്ട് വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസോടെ സ്റ്റാർട്ട് ചെയ്യരുത്. ഗ്രാജുവലി ഒരു മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ തന്നെ അതങ്ങ് ശീലിച്ച് വരും. അതല്ലാതെ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ കാലറി ഡെഫിസിറ്റിലാണോ എന്ന് നോക്കിയിട്ട് കഴിക്കാൻ തുടങ്ങിയാൽ ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കും. 6-ാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഡയറ്റ് പ്രോപ്പർ ആയിരിക്കാം, വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ടാകാം, പക്ഷേ ഡയറ്റിനകത്തുള്ള ഫുഡിൽ പ്രോട്ടീൻ വളരെ കുറവായിരിക്കും. ഈ പ്രോട്ടീൻ എങ്ങനെയാണ് കഴിക്കേണ്ടത്, എത്രയാണ് കഴിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്യണം. എല്ലാ മീലിലും എന്തെങ്കിലും ഒന്ന് പ്രോട്ടീൻ ആയിട്ട് ഉണ്ടാവണം. അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അതിലൊരു ബോയിൽഡ് എഗ് കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രോട്ടീൻ കിട്ടി. ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് പനീറോ തൈരോ പയർ വർഗ്ഗത്തിലുള്ള എന്തെങ്കിലും സംഭവം കഴിക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് പ്രോട്ടീൻ കിട്ടും. വൈകുന്നേരം സ്നാക്കായിട്ട് കടല വേവിച്ച് കഴിക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് പ്രോട്ടീൻ കിട്ടും. പിന്നെ റാഗി പോലുള്ള സംഭവങ്ങളൊക്കെ, മില്ലറ്റ്സ് ഒക്കെ ഒരുപാട് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഫൈബറും പ്രോട്ടീനും ഒക്കെ തന്നെ കിട്ടും. സോ ഇങ്ങനെ വേണം ഒരു മീൽ നമുക്ക് ഒരു ഫുൾ ഡേക്ക് പ്ലാൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മൾ പ്രോട്ടീൻ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് ഡെയിലി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ കാലറി കൗണ്ട് ചെയ്യുന്ന സമയം കൊണ്ട് പ്രോട്ടീൻ എത്രയാണ് ഒരു ദിവസം കഴിക്കുന്നത് എന്നുള്ള കൗണ്ട് ചെയ്യുകയാണെങ്കിൽ വളരെ വളരെ നല്ലതായിരിക്കും. കാര്യം നമ്മൾ പ്രോട്ടീൻ കഴിക്കാതെ ഡയറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് മസിൽ ലോസ് ഉണ്ടാവും. ആദ്യമൊന്നും അറിയത്തില്ല, പിന്നെ ഈ മുട്ടുവേദന, കൈ കാലിലൊക്കെ മസിലിന് തന്നെ പെയിൻ, ടയേർഡ്നെസ്, പെട്ടെന്ന് എനർജി ഇല്ലാതായി പോകുന്നല്ലോ തോന്നുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ വിചാരിക്കും ഡയറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് നമ്മൾ അൺഹെൽത്തി ആയിട്ട് കഴിച്ചിരുമ്പോൾ ഭയങ്കര ആരോഗ്യമുള്ള ആൾക്കാരായിരുന്നു എന്നായിരിക്കും നമ്മൾ സ്വയം വിശ്വസിക്കുന്നത്. ഡയറ്റ് ചെയ്യാൻ തുടങ്ങിയതോടെ എൻ്റെ ആരോഗ്യം എല്ലാം പോയി എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. നിങ്ങൾ ചെയ്യുന്ന ഡയറ്റ് തെറ്റായത് കൊണ്ടാണ് ആരോഗ്യം പോകുന്നത് പോലെ തോന്നുന്നത്. പിന്നെ ഈ പ്രോട്ടീൻ കഴിക്കുന്നത് മസിൽ ലോസ് ഉണ്ടാകാതിരിക്കാൻ മാത്രമല്ല, നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും പ്രോട്ടീൻ കഴിക്കുമ്പോഴത്തേക്ക്. അതായത് കാർബ് റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വിശക്കും. പ്രോട്ടീൻ അങ്ങനെയല്ല. പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ കുറേ സമയത്തേക്ക് നമുക്ക് വിശക്കത്തില്ല. അപ്പോൾ മാക്സിമം പ്രോട്ടീൻ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് തന്നെയാണ് അത് നല്ലത്. നമുക്ക് കുറേ സമയം ഡയറ്റ് അങ്ങനെ പിടിച്ചു നിർത്താനായിട്ട് പറ്റും. പെട്ടെന്ന് വിശന്ന് വേറെ എന്തെങ്കിലും പോയിട്ട് എടുത്ത് കഴിക്കണമെന്നുള്ള തോന്നലൊന്നും ഉണ്ടാവില്ല. ഇനി അവസാനത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് പറയാം. ഹെൽത്തി ആണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുന്നവരുണ്ട്. ഈ സംഭവമൊക്കെ ഹെൽത്തി അല്ലേ, അപ്പോൾ പിന്നെ ഇത് കഴിച്ചാൽ എന്താ എന്ന് പറയും. പക്ഷേ ഈ നട്ട്സിനകത്തും ഡ്രൈ ഫ്രൂട്ട്സിനകത്തൊക്കെ
ഒത്തിരി കാലറീസ് ഉണ്ട്, അതൊക്കെ കാലറി ഡെൻസ് ആണ്. അപ്പം ഒരു കൈ നിറച്ച് നട്ട്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് വയറ് നിറച്ച് ഫുഡ് കഴിക്കാൻ പറ്റുന്ന അത്രയും കാലറി നമ്മൾ കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോന്നിൻ്റെയും കാലറി കൗണ്ട് ചെയ്യണ്ട, പക്ഷേ ജനറലായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, അതെല്ലാവർക്കും ഉണ്ടാവണം. നട്ട്സ് കഴിക്കുമ്പോൾ മാക്സിമം ഒരു 5 or 6 അതിൽ കൂടുതൽ എടുക്കാനേ പാടില്ല. ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം കൂടെ ഒരു ദിവസവും കഴിക്കാൻ പാടില്ല. ഏതെങ്കിലും 5 എണ്ണം വീതം എടുക്കാം, അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സിൽ നിന്ന് എല്ലാത്തുനിന്നും ഓരോന്ന് എടുത്തിട്ട് കഴിക്കാം. അതല്ലാതെ ഒരുപാട് നട്ട്സ് കഴിക്കുന്നത്, അതുപോലെ തന്നെ ഒരു ഷേക്ക് ഉണ്ടാക്കിയിട്ട് കുടിക്കുമ്പോഴത്തേക്ക് അതിൽ നട്ട്സും ഫ്രൂട്ട്സും പാലും ചിയാ സീഡും ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിലും അത് വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ നട്ട്സ് കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നട്ട്സ് കഴിക്കാം, പക്ഷേ അളവ് നോക്കിയിട്ട് കഴിക്കണം. എപ്പോഴാണ് കഴിക്കുന്നതെന്നുള്ളത് നോക്കിയിട്ട് കഴിക്കണം. വൈകുന്നേരം മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഒരു ചായയുടെ സമയമുണ്ടല്ലോ, അതുവരെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അതും അളവ് നോക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ ഫ്രൂട്ട്സ് മാത്രം ഡിന്നറിന് കഴിച്ചിട്ട് വെയിറ്റ് കുറയും എന്ന് പറഞ്ഞിട്ട് നോക്കുന്നവരുണ്ട്. വെയിറ്റ് കുറയുകയൊക്കെ ചെയ്യും, പക്ഷെ അത് ഹെൽത്തി അല്ല. ഗ്രാജുവലി നിങ്ങളുടെ ഹെൽത്ത് പോവും. ഗ്രാജുവലി നിങ്ങൾ ചെയ്യുന്ന ഡയറ്റ് പ്രോപ്പർ അല്ലാതാകുമ്പോൾ അതിന് ഒരുപാട് ഡ്രോബാക്കുകൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. സോ വൈകുന്നേരം എപ്പോഴും പ്രോട്ടീൻ അല്ലെങ്കിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് നോക്കണം. ഈ ഫ്രൂട്ട്സ് കഴിക്കരുതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഫ്രൂട്ട്സ് മാത്രം കഴിച്ചുകൊണ്ട് ഡിന്നർ സ്റ്റോപ്പ് ചെയ്യുന്നത് ശരിയല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇഞ്ച് ലോസ് ഉണ്ടാകും. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇഞ്ച് ലോസ് നല്ല രീതിക്ക് തന്നെ ഉണ്ടാകും. ഗ്രാജുവലി വെയിറ്റ് ലോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഒരു കാര്യം പറയാൻ വിട്ടുപോയി. PCOD തൈറോയിഡൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിരിക്കണം. അത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക, അതിനായിട്ട് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കണം. നിങ്ങളുടെ കണ്ടീഷൻ്റെ സ്റ്റേജ് എന്താണെന്നുള്ളത് ഒരു ഡോക്ടർക്കേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്കത് ഒരു വീഡിയോയിൽ കൂടെ ഒന്നും ആരെടുത്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അതിനൊരു നല്ല ഉത്തരം കിട്ടൂല. ഒരു ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ നിങ്ങളോട് എന്താണോ ചെയ്യാൻ പറയുന്നത് അതനുസരിച്ചിട്ട് ചെയ്യുക. ഡയറ്റും ഒക്കെ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. പക്ഷെ അങ്ങനെയുള്ളവർക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റത്തില്ലേ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഞാൻ പറ്റത്തില്ല എന്ന് പറയില്ല. നിങ്ങൾക്കും വെയിറ്റ് കുറയ്ക്കാൻ പറ്റും, പക്ഷേ നിങ്ങളുടെ അണ്ടർലൈൻ കണ്ടീഷൻ ട്രീറ്റ് ചെയ്താൽ ബെറ്റർ റിസൾട്ട്സ് കിട്ടും. അത്രേ ഞാൻ പറയുന്നുള്ളൂ. എന്തായാലും നിങ്ങൾക്കും വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. ഇതൊന്നും അങ്ങനെ മാറ്റാൻ പറ്റാത്ത രോഗങ്ങളൊന്നും അല്ല ഇതൊന്നും. ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.